അടുത്ത മാസം ഫിഫ വേൾഡ് കപ്പ് നടക്കുകയാണല്ലോ. കാരണം നമ്മൾ പ്രത്യേകിച്ചും കേരളത്തിലും ബംഗാളിലൊക്കെ ഒരുപാട് പ്രേക്ഷകരുടെ ഒരു ടെലികാസ്റ്റിംഗ് സംഭവം കൂടിയാണത്. മാത്രമല്ല അമേരിക്കയിലായതുകൊണ്ട് അത് വളരെ ഒരു കളർഫുൾ ആയിട്ടുള്ള ഒരു സംഗതി ആയിരിക്കുകയും ചെയ്യും. പക്ഷെ ഇപ്പോഴും നമ്മൾ ഇന്ത്യയിൽ അതായത് ടെലികാസ്റ്റ് ചെയ്യുന്നുള്ളത് തീരുമാനമായിട്ടില്ല. ഒരു അനിശ്ചിതത്വം തുടരുകയാണ്. പിന്നെ മാത്രമല്ല നമുക്ക് അറിയാം, ഇപ്പോൾ ഈ പ്രീമിയർ ലീഗൊക്കെ കാണിക്കുന്ന സമയത്തുള്ള ഹോട്ട്സ്റ്റാറിലൊക്കെയുള്ള കാണികളുടെ എണ്ണവും ഇവിടെ ക്രിക്കറ്റ് കാണിക്കുമ്പോഴുള്ള കാണികളുടെ എണ്ണവും തമ്മിൽ വലിയ അന്തരമുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തരം ചാനൽസിനും പ്ലാറ്റ്ഫോംസിനും ഒക്കെ അതിലൊരു ശങ്ക ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. എങ്ങനെയാണ് ഇന്ത്യയിലെ ഒരു കാണികളുടെ ഒരു അവസ്ഥ? കാരണം എന്താ വെച്ചാൽ നമ്മളിപ്പോൾ ക്രിക്കറ്റിനോട് കാണിക്കുന്ന ആ ഒരു ആവേശം ഇല്ലാത്തത് കൊണ്ട് തന്നെ എല്ലാ സംസ്ഥാനങ്ങളിലും ഇല്ലല്ലോ. അതുകൊണ്ടുള്ള ഒരു പിന്മാറ്റമായിരിക്കും ഇത്. ഇത് വളരെ വ്യക്തമായി കാണിക്കുന്ന ഒരു കാര്യം, ഇന്ത്യ ഇപ്പോഴും ഒരു വൺ സ്പോർട്ട് നേഷനാണ്. അതിപ്പോ ഫുട്ബോളിന്റെ കാര്യം വിടും. ഇപ്പൊ ബാഡ്മിന്റൺ തോമസ് കപ്പിൽ നമ്മൾ 3ാമതായി. അത് വലിയൊരു കാര്യമാണ് ശരിക്കും. കളിക്കാര് തിരിച്ച് ഇന്ത്യയിൽ ലാൻഡ് ചെയ്തപ്പോ 10 ആള് പോലും എയർപോർട്ടിൽ ഉണ്ടായിരുന്നില്ല. ഇതൊരു ബാഡ്മിന്റൺ ആണെങ്കിൽ ഒരു ഗ്ലോബൽ സ്പോർട്ടാണ് ശരിക്കും. അതില് ചൈനീസ് ടൈപ്പേക്ക് തോൽപ്പിച്ച ഒരു ബ്രോൺസ് നേടാന്ന് പറഞ്ഞാൽ വലിയൊരു വിജയമാണ് ശരിക്കും. പക്ഷെ ആർക്കും ഒരു ശ്രദ്ധയില്ല. ഇത് അതേപോലെ ഫീഫ ആദ്യം ചോദിച്ചത് 26ഉം 30ഉം കൂടി ബണ്ടിൽഡ് ഒരു ഡീലിന് $100 മില്യൺ. അത് ശരിക്കും അത്ര വലിയൊരു പൈസ ഒന്നുമല്ല ഒരു ചാനലിനെ സംബന്ധിച്ചിടത്തോളം. പിന്നീട് അത് ശരി, അത് അവർക്ക് അങ്ങനെ ബണ്ടിൽ ചെയ്തിട്ടുള്ള ഒരു ഇത് വേണ്ട. എന്താ വെച്ചാൽ അൺസർട്ടനിറ്റി ആണല്ലോ അത് മുന്നോട്ട് പോകുന്നത്. അപ്പൊ ഡിജിറ്റലായിരിക്കും എന്തിലായിരിക്കും അധികം ആൾക്കാരെന്ന് അറിയാത്തതുകൊണ്ട് ഈ കൊല്ലത്തെ മാത്രം മതി എന്ന് പറഞ്ഞു ജിയോ. അപ്പൊ അവർക്ക് എത്ര 35-ന് ഈ കൊല്ലത്തെ കൊടുക്കാന്ന് പറഞ്ഞു. ജിയോ ഇപ്പൊ ആവശ്യപ്പെടുന്നത് 22-ന് അവർക്ക് തരണമെന്നാണ്. അത് ഫീഫ തയ്യാറല്ല. അപ്പൊ പിന്നെ അവരിപ്പോ തേർഡ് പാർട്ടി വഴി ദൂരദർശന് കൊടുക്കാൻ പറ്റുമോ എന്നൊക്കെ അന്വേഷിച്ചു നോക്കാൻ. ഈ ചാനലിന്റെ ഭാഗത്തുനിന്ന് ഞാൻ അവരോട് സംസാരിച്ചപ്പോ അവര് പറയുന്നത് ഞങ്ങൾക്ക് അഡ്വർടൈസിങ് കിട്ടാൻ പോകുന്നില്ല. രാത്രി 1 മണിക്കുള്ള കളി, 4 മണിക്കുള്ള കളി, ഇതൊന്നും ആരും കാണാൻ പോകുന്നില്ല. പിന്നെ ഇത്രയും അധികം ടീം വന്നത് കാരണം ഒരു പകുതിയിലധികം ഗ്രൂപ്പ് ഗെയിംസ് ആരും കേൾക്കാത്ത ടീമുകളാണ്. അപ്പൊ ഇന്ത്യയിൽ അങ്ങനത്തെ ഒരു ഫുട്ബോൾ കൾച്ചർ ഇല്ല. ഈ ടീം ഇപ്പൊ ഒരു കേപ്പ് വേർഡ് അല്ലെങ്കിൽ കുറസാ ഇവരുടെ കളി കാണാനുള്ള ഫാൻസ് ഇല്ല നമുക്ക്. അപ്പൊ പിന്നെ ഇന്ത്യയിൽ പിന്നെ കാണാൻ പറ്റാത്തൊരവസ്ഥ വരുമോ? ഇല്ല, അത് അവർ അവസാന മിനിറ്റിൽ എന്തെങ്കിലും ഒരു ഇത് വരും. പക്ഷെ ഇത് പ്രശ്നം ഇവരെന്തുകൊണ്ട് പൈസ കൊടുക്കാൻ തയ്യാറല്ല എന്നുള്ള കാരണം ഇത് ഞാൻ അന്വേഷിച്ചതാണ്. അവർ പറയുന്നത് ഈ ചാനൽസിന് എനിക്ക് തോന്നുന്നു ജിയോന് മറ്റേ വിമൻസ് T20 ലോകകപ്പ് നടക്കുന്നത്, അതും രാത്രിയാണ്, ലേറ്റ് മാച്ചസ് ആണ് ഇന്ത്യയുടെ ഒക്കെ. അപ്പൊ അവർക്ക് അതിന്ന് നല്ല വരുമാനം കിട്ടാൻ വേണ്ടി ഇപ്പൊ വിമൻസ് ക്രിക്കറ്റ് പെട്ടെന്ന് പോപ്പുലർ ആയിട്ടുണ്ട്. ടീം മറ്റേ 50 ഓവർ ലോകകപ്പ് ജയിച്ചതായതുകൊണ്ട്. അപ്പൊ അവരുടെ ശ്രദ്ധ അതിലാണ്. അവർക്ക് ഉറപ്പാണ് ഇതിന്ന് ഞങ്ങൾക്ക് പൈസ കിട്ടും, എങ്ങനെയായാലും അഡ്വർടൈസേഴ്സും സ്പോൺസേഴ്സും വരും. മറ്റേ സോണിക്കാണെങ്കിൽ, സോണിയാണ് വാക്കോം ഏതോ ഒരു ചാനൽ മറന്നുപോയി, അവർക്ക് മറ്റേ മെൻസ് വൈറ്റ് ബോൾ സീരീസ്, ഇന്ത്യ വൈറ്റ് ബോൾ ടീംസ് അയർലൻഡിലും UK-ലും പോകുന്നുണ്ട്. അതിനാണ് ഇപ്പൊ ചർച്ച നടക്കുന്നത്. സഞ്ജു ആയിരിക്കോ ക്യാപ്റ്റൻ, അതോ സൂര്യ തന്നെ നിൽക്കുമോ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ അവർക്ക് അവരുടെ അഡ്വർടൈസിങ് സ്ലോട്ടൊക്കെ ബുക്ക് ചെയ്ത് കഴിഞ്ഞു. അവരുടെ ശ്രദ്ധ അതിലാണ്. ഇത് രണ്ടും വേൾഡ് കപ്പായിട്ട് ക്ലാഷ് ചെയ്യണുള്ളൂ. അപ്പൊ അവരെപ്പോഴും ക്രിക്കറ്റിനെ പ്രാധാന്യം കൊടുക്കുള്ളൂ. അപ്പൊ അവരെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് ഈ 22-ലധികം കൊടുക്കാൻ തയ്യാറല്ല. ഇതിനകത്ത് ക്രിക്കറ്റിനകത്ത് ഇൻസേർട്ട് ചെയ്യുന്ന പോലെ പരസ്യങ്ങൾ ഒരിക്കലും ഫുട്ബോളിന് പറ്റില്ലല്ലോ. അപ്പൊ അതിനകത്തും ശരിക്കും നോക്കിക്കഴിഞ്ഞാൽ ഈ പരസ്യങ്ങളുടെ ഒരു വരുമാനം ഇത് നോക്കുകയാണെങ്കിൽ ക്രിക്കറ്റിനുള്ള അത്ര സാധ്യത. ശരിക്കും ക്രിക്കറ്റ്, ഇപ്പോഴത്തെ ക്രിക്കറ്റ് T20 ഒക്കെ ശരിക്കും അഡ്വർടൈസ്മെന്റിന് വേണ്ടി തന്നെ ഉണ്ടാക്കിയ കളിയാണെന്ന് തോന്നുന്നു. അപ്പൊ ആ ഒരു വ്യത്യാസം കൂടി ഇതിനകത്ത് ബാധിക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും. ഇപ്പൊ USA-ലൊക്കെ ഉള്ള ഒരു ഗുണം എന്താ വെച്ചാൽ ഈ സമ്മർ അത്രയും ചൂടായിരിക്കും. അത് കാരണം എനിക്ക് തോന്നുന്നത് ഒരു 2 വാട്ടർ ബ്രേക്കെങ്കിലും അവർ വെക്കും ഓരോ ഹാഫ് ടൈം കൂടാതെ. അപ്പൊ ആ ഒരു 2 സ്ലോട്ടിലും കൂടി കുറച്ച് ആഡ്, പക്ഷെ എത്ര തന്നെ കയറ്റാൻ പറ്റും. മറ്റേ ഹാഫ് ടൈം എന്ന് പറഞ്ഞാൽ 15 മിനിറ്റ് ഉണ്ടല്ലോ, ഇതിപ്പോ 2 മിനിറ്റ് ആയിട്ട് കിട്ടിയ ഭാഗ്യം. അപ്പൊ ആ ക്രിക്കറ്റിനുള്ള ആ ഒരു വലിയൊരു അഡ്വാൻറ്റേജ് ഇപ്പൊ ഒരു T20 കളി തന്നെ ഒരു 40-42 ഗ്യാപ്പാണ് വരുന്നത്. അത് കൂടാതെ സ്ട്രാറ്റജി, ടൈം ഔട്ട്, മറ്റേത് മത്സരമൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ ഇത് ഫുട്ബോളിനില്ല. പിന്നെ ഇവിടുത്തെ മെയിൻ ഫാക്ടർ എന്താ വെച്ചാൽ ടൈമിംഗ് ആണ് പ്രശ്നം.